അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഡ്രസ്സസ്സാണ്. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഞാൻ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണിത് കേട്ടോ. ഇത് ഞാൻ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് ക്ലോത്തായിട്ട് കട്ട് ചെയ്തെടുക്കുകയല്ല ചെയ്തത്, ഇത് സാരിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരു ഷോപ്പിൽ കോട്ടയത്തായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറിയപ്പോൾ കണ്ടൊരു മെറ്റീരിയൽ ആണത്. മെറ്റീരിയൽ അല്ല, സാരി ആയിരുന്നു ഇത്. പീകോക്ക് ഷെയ്ഡ് വരുന്ന ഒരു സാരി. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എടുത്തു. ഒന്നില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇത് ഏതോ ഒരു ബ്രാൻഡായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല ഏതാണ് ബ്രാൻഡ് എന്ന്. നല്ലൊരു സുഖമുള്ളൊരു ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഞാനത് വാങ്ങി. പിന്നെ കുറച്ച് കാലം ഒരു 1 മന്തോളം ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇത് ഒരു ഡ്രസ്സ് അടിക്കാം, പീകോക്ക് ഇത് വരുന്ന ഒരു പാറ്റേൺ വരുന്ന ഒരു ഡ്രസ്സ് അടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇത് ഈ ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് ക്ലോത്ത് തപ്പി നടന്നു. ലാസ്റ്റ് എനിക്ക് കിട്ടി, ഈ ഒരു ഷെയ്ഡിന് വരുന്ന തന്നെ കിട്ടി. പിന്നെ ഈ ഒരു സ്ലീവ്സ് ഉണ്ടോ, ഇത് ബെൽ സ്ലീവ്സ് ആണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ക്ലോസപ്പ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബെൽ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഷിഫോണിൻ്റെ ക്ലോത്തും കൂടി വാങ്ങി. ഇതിന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും റേറ്റ് പറഞ്ഞത് ഈ ഒരു ടോപ്പ് പോർഷനുള്ള ഈ ഒരു ക്ലോത്തിന് മാത്രമാണ്. അപ്പോൾ യോക്ക് പോർഷൻ ഇങ്ങനെയാക്കി, ബോട്ടം സാരി, പിന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് എടുക്കുകയും ചെയ്യും. എനിക്ക് ബൊട്ടീക്കിൽ കൊടുത്തിട്ടാണ് ഞാനിത് ചെയ്യിച്ചത്. ആ സമയത്ത് കോട്ടയത്തായതുകൊണ്ട് അവിടെ നിന്ന് തന്നെയാണ് ചെയ്യിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ഒരു 2000 ഉള്ളിലായിരുന്നു കേട്ടോ, 2000 ഉള്ളിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് അവരത് പാർസൽ അയക്കുക ചെയ്ത്, ഉള്ളിൽ പാഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ്. അപ്പോൾ അടുത്ത ഡ്രസ്സാണിത്. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രസ്സാണ്. ഇതെൻ്റെ എൻഗേജ്മെൻ്റ് അല്ല, ഏട്ടൻ്റെ വീട്ടുകാർ ഫസ്റ്റ് ടൈം എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ക്ലോത്ത് എടുത്തു. ആ സമയത്ത് ഞാൻ ഇതുപോലെ കോട്ടയത്ത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒന്നും വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ ക്ലോത്ത് എന്താ ഇടുകയെന്നൊരു ആലോചന ഉണ്ടായിരുന്നില്ല. കാരണം എൻഗേജ്മെൻ്റ് അല്ല, ജസ്റ്റ് അവർ കാണാൻ വരുന്നേ ഉള്ളൂ. ഭയങ്കര ഗ്രാൻഡ് ആക്കണമെന്നില്ല, നല്ല അത്യാവശ്യം വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ പോയി, ചെർപ്പശ്ശേരി പോയി. അങ്ങനെ നമ്മുടെ അടുത്തുള്ള ടൗണാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ക്ലോത്ത് എടുത്തു. പിന്നെ അതിൻ്റെ യോക്ക് പോർഷൻ വേറെ എന്തെങ്കിലും കളർ യൂസ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ക്ലോത്തും കൂടി ഒരു ഇതാണിത്, സെലക്ഷനാണിത്. ഈ 2 ക്ലോത്ത് എടുത്ത് അവിടെ തന്നെ ചെർപ്പശ്ശേരി തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ ഒരു ഷോപ്പിൽ പോകുന്നത്. അപ്പോൾ അവരങ്ങനെ അധികം പുറത്തൊന്നും അങ്ങനെ മീൻസ് അവരവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസൈനിങ് അല്ല, സ്റ്റിച്ചിങ് അടക്കം. വലിയ രീതിയിലുള്ള ഷോപ്പൊന്നുമല്ല കേട്ടോ, സാധാരണ നോർമലായിട്ടുള്ള ഷോപ്പായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഒരു മെന്നായിരുന്നു കേട്ടോ, ഒരു ആളായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ബീഡ്സ് കൊണ്ട് ഇങ്ങനെ നെക്കിന് ഇങ്ങനെ ചെയ്തു തരണമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ സ്ലീവ്സ് ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ ചെയ്യാം. അവർക്ക് ആദ്യം ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരങ്ങനെ ചെയ്തു തന്നതാണ്. ഇതും അതെ, ഞാൻ ട്രയൽ ചെയ്യാനൊന്നും പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് അവർ കൊടുത്തു വിടുക ചെയ്ത്, എൻഗേജ്മെൻറ്റ് അതായത് അവർ കാണാൻ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ട്രൈ ചെയ്ത് നോക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് ഫിറ്റായിരുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതിൻ്റെ എമൗണ്ട് അവർക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എമൗണ്ട് മീൻസ് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇത് വേണ്ടാന്ന്, ആ ഒരു എമൗണ്ട് വേണ്ടാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ അവർക്ക് ഇത് കണ്ടിട്ട് അവർക്ക് കുറേ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ഓർഡർ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ഡിസൈൻ ചെയ്തിട്ട് 4-5 ഡ്രസ്സ് അവർക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെന്നോട് പൈസയൊന്നും വാങ്ങിച്ചില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് എനിക്കിത് സ്റ്റിച്ച് ചെയ്തു തന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു ഷെയ്ഡും കൂടിയാണ് ഈ ഒരു 2 കോമ്പിനേഷൻ കളർ ഷെയ്ഡ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഡ്രസ്സ്. അടുത്ത ഡ്രസ്സ് ഇങ്ങനെ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ടോപ്പ് എന്ന് പറയാം, ബ്ലൗസ് എന്നും പറയാം. കാരണം ഞാൻ ഇത് 2 ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോപ്പും അതേപോലെ സാരിക്ക് വേണ്ടുന്ന ബ്ലൗസായിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനൊരു സാരിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ പ്ലെയിൻ കളർ ഒരു സാരി, പിന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ്, അങ്ങനെയായിരുന്നു നമ്മൾ ഒരു കോഡ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട്സ് വെൽവെറ്റ് ക്ലോത്താണ് കേട്ടോ, നല്ലൊരു വെൽവെറ്റ് ക്ലോത്താണ്. അതിലിങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്, ഒരു എന്താ പറയുക ബ്രൗൺ കളർ ഡിസൈൻ കൂടി വന്നപ്പോൾ നല്ല
നല്ലൊരു ഭംഗിയുണ്ട്. ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതെനിക്ക് എന്താ പറയുക, എൻ്റെ സൈസ് ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇതെനിക്ക് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് സൈഡ് ഇങ്ങനെ അഴിച്ചിട്ടോ ഇട്ടിട്ടൊക്കെ ഞാൻ ഇട്ട് നോക്കും. ഇങ്ങനെ മാറി മാറി പെയർ ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇത് സാരിയുടെ കൂടെയായിരുന്നു. പിന്നെ ഞാനത് യൂസ് ചെയ്ത് ഒരു യെല്ലോ അല്ല സോറി, റെഡ് കളർ നല്ലൊരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്കേർട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു ഫങ്ഷനല്ല, എൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ട് ഞാൻ എടുത്തൊരു മെറ്റീരിയൽ ആയിരുന്നു. പിന്നെ കൊറോണ സമയമായതുകൊണ്ട് അതൊന്നും ആവശ്യമൊന്നുമില്ല, അതൊക്കെ മൂലക്കിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഇതെടുത്തിട്ട് ഞാൻ സ്കേർട്ട് അടിച്ചു, അതിൻ്റെ കൂടെ ടോപ്പായിട്ട് ഇത് പെയർ ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങളത് യൂസ് ചെയ്യത് അല്ലോ. ഇതാണ് സ്കേർട്ട് വന്നത്. ഓക്കെ, അപ്പോൾ നല്ലോണം നെറ്റൊക്കെ വെച്ച് നല്ല ഇപ്പോൾ കാണിച്ച എല്ലാ ഗൗണിൻ്റെ അടിയിലും ഞാൻ നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നന്നായി അത് പൊങ്ങി നിൽക്കുന്നുണ്ട്. നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ഇത് സ്കേർട്ട് ഇട്ട് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, നല്ല ഭംഗിയില്ലേ, നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഭയങ്കര കംഫേർട്ടാണ്. അടുത്ത ഡ്രസ്സ് എൻ്റെ ഹൽദിയുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചാണ്. അപ്പോൾ ഹൽദി ആയതുകൊണ്ട് തന്നെ കണ്ടോ സൈഡിൽ ഒരു പിങ്ക് ഫ്ലവറൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫ് ഷോൾഡർ രീതിയിൽ ചെയ്യാൻ വിചാരിച്ചു. സ്ലീവ്ലെസ് വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്തെങ്കിലും ഒരു വെറൈറ്റിയും കൂടി ആവുന്ന രീതിയിൽ ഞാനിത് ഇതേപോലെ സൈഡിൽ കണ്ടോ സ്ലീവ്സ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒരു ഓഫ് ഷോൾഡർ രീതിയിൽ ഞാൻ ചെയ്തു. അപ്പോൾ ഇത് എലാസ്റ്റിക്കാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ആ ഒരു അളവിനിങ്ങനെ നിൽക്കുമല്ലോ, ഏതാണോ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് ടക്കിങ് പോലെ ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലീറ്റും ചെയ്തു, സ്ലീവ്സ് ബാക്കി പ്ലീറ്റ്. പിന്നെ ഈ മെറ്റീരിയൽ അത്യാവശ്യം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെയ്തത്. ഇത് അത്യാവശ്യം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിൽ ഇത് എമൗണ്ട് പോയി ഇതിന്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇട്ടിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഭംഗിയില്ല കേട്ടോ. അപ്പോൾ അടുത്ത ഡ്രസ്സ് സെയിം യെല്ലോ കളർ തന്നെയാണ്. കാരണം നമ്മുടെ ഹൽദിയുടെ ബാക്കി വരുന്ന ക്ലോത്ത് വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ് ആണിത്. നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആയിരുന്നു വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ക്ലോത്ത് കൊണ്ട് ഞാനിത് ഈ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു നെക്ക് വേണം നിർബന്ധം പറഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ, അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള നെക്കിനെക്കാളും കൂടുതൽ ഇങ്ങനെ കവർ ചെയ്തത്, മീൻസ് ഹൈ നെക്ക് അതുപോലത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ രീതിയിലുള്ള നെക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചു. പ്ലീറ്റഡ് സ്കേർട്ട് പോലെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചാണ്. ഇങ്ങനെ ഒരു സ്കേർട്ടും ടോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഡ്രസ്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എനിക്കൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്ത ക്ലോത്താണ്. അപ്പോൾ അവൾ പറഞ്ഞു എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു ഫ്രോക്ക് പോലെ, ഒരു ചെറിയൊരു മിനി ഫ്രോക്ക് പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. പ്ലീറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലീറ്റ് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ ഭംഗി തോന്നുന്നു, പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഇത്രയും ഡ്രസ്സസ് നമ്മളിപ്പോൾ കണ്ടു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം ചാനൽ. ബൈ.